ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സദ്യ സ്പെഷ്യൽ ഓലനാണ് കേട്ടോ. കുമ്പളങ്ങയും വൻപയറും ചേർത്ത് തയ്യാറാക്കുന്ന ഓലനാണ്. ഇത് സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട്, വളരെ ടേസ്റ്റിയുമാണ്. അപ്പോഴെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഓലൻ തയ്യാറാക്കാൻ ആവശ്യമുള്ള കുമ്പളങ്ങ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ നീളത്തിൽ കനം കുറച്ചരിഞ്ഞാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ആവശ്യം വേണ്ടത് തേങ്ങാപ്പാലാണ്. ഇത് രണ്ടാം പാൽ ഞാൻ 2 കപ്പ് രണ്ടാം പാൽ എടുത്തിട്ടുണ്ട്. അധികം കട്ടിയില്ലാതെ നേർപ്പിച്ചാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒന്നാം പാലാണ്. 1 കപ്പ് നല്ല തിക്കായിട്ടുള്ള ഒന്നാം പാൽ എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യം വേണ്ടത് വൻപയറാണ്. ഞാൻ 1/2 കപ്പ് വൻപയർ ഓവർനൈറ്റ് കുതിർത്തെടുത്താണ് കേട്ടോ. അത് ഇതുപോലെ നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഈ 1/2 കപ്പ് വൻപയർ നന്നായിട്ട് കുതിർന്ന് വരുമ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ആണ് കേട്ടോ. നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നീട് ആവശ്യമുള്ളത് പച്ചമുളകും കറിവേപ്പിലയാണ്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ആദ്യം നമുക്ക് ഈ വൻപയർ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്യാൻ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അധികം വെള്ളം ചേർത്ത് കൊടുക്കണ്ട, നന്നായിട്ട് കുതിർന്ന വൻപയറാണ്. ഞാൻ 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വരുന്നത് വരെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, ഞാനിവിടെ 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3 കാന്താരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇതുപോലെ നടുഭാഗം ഒന്ന് പൊളന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കാന്താരി ചേർക്കുമ്പോൾ അതിൻ്റെ ആ എരിവും നല്ലൊരു ഫ്ലേവറും കിട്ടും. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. നല്ല നേർപ്പിച്ച രണ്ടാം പാലാണ് കേട്ടോ, അധികം കട്ടിയില്ലാത്ത പാലാണ്. ഇവിടെ 2 കപ്പ് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കുമ്പളങ്ങ മുങ്ങിക്കിടക്കുന്ന പരുവത്തിൽ രണ്ടാം പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ രണ്ടാം പാലിൽ കിടന്ന് വേണം കുമ്പളങ്ങ കുക്കായി കിട്ടാനായിട്ട്. അപ്പോൾ ഈ പാലിൽ കിടന്ന് കുക്കാവുന്നതുകൊണ്ട് നമ്മുടെ ഈ ഓലിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നന്നായിട്ട് തിളച്ച് തുടങ്ങുന്ന സമയത്ത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഈ നേർപ്പിച്ച പാലായതുകൊണ്ട് തന്നെ ഇത് പിരിഞ്ഞു പോകുമെന്നുള്ള പേടി വേണ്ട കേട്ടോ. ഇപ്പം പാലൊക്കെ തിളച്ചിട്ട് കണ്ടില്ലേ, നമ്മുടെ കുമ്പളങ്ങ നല്ല പാകത്തിന് കുക്കായിട്ടുണ്ട്. കുമ്പളങ്ങ ഒരു ട്രാൻസ്പെറൻ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞു പോകണ്ട കേട്ടോ, പാകത്തിനൊന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വൻപയർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വൻപയറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ വൻപയർ ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് അങ്ങ് ചേർക്കണ്ട കേട്ടോ, കുമ്പളങ്ങയെക്കാട്ടി കൂടുതലാകാൻ പാടില്ല. ആവശ്യത്തിനുള്ള വൻപയറും കൂടെ ചേർത്തിട്ട് ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഈ രണ്ടാം പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. കണ്ടില്ല, നല്ല തിക്കായിട്ടുള്ള പരുവത്തിലായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാനായിട്ട്. ഈ ഒന്നാം പാൽ ചേർത്തതിന് ശേഷം ഇത് തിളയ്ക്കാനായിട്ട് പാടില്ല കേട്ടോ. ഇതൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാകും. ഞാൻ ഈ സമയത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒന്നാം പാൽ ചേർത്തിട്ട് തിളപ്പിച്ചാൽ പിരിയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒന്നാം പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അല്പം ലൂസായിട്ടുള്ള പരുവത്തിലാണെങ്കിലും നന്നായിട്ട് തണുത്ത് വരുന്ന സമയത്ത് ഒരല്പം കൂടി തിക്കായിട്ടുള്ള പരുവത്തിലായി കിട്ടും. നമ്മളെടുക്കുന്ന കുമ്പളങ്ങയുടെ അളവിനനുസരിച്ച് വേണം കേട്ടോ ഈ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കണക്കാക്കി പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു തണ്ട് കറിവേപ്പില കൈകൊണ്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഞെരടി തന്നെ ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫൈനലി നമ്മൾ ഈ ചേർത്ത് കൊടുക്കുന്ന പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെയാണ് കേട്ടോ ഈ ഓലിനൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. ഇത് ഉടനെ നമ്മൾ ഇട്ട് ഇളക്കി കൊടുക്കുന്നില്ല കേട്ടോ. ഞാൻ കുറച്ച് സമയം കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം മൂടിയെ തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചിലർ കുമ്പളങ്ങ മാത്രം വെച്ചിട്ട് ഓലൻ തയ്യാറാക്കാറുണ്ട്. പക്ഷേ വൻപയറും കൂടെ ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. ഇതുപോലെ തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ അല്പം കുറവായിട്ട് തോന്നിയുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ ഓലൻ ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു. വളരെ സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്, വളരെ ടേസ്റ്റിയാണ്. ഈ തേങ്ങാപ്പാലിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഓലന്. സദ്യ സ്പെഷ്യൽ കുറേ റെസിപ്പികൾ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അതുകൂടി കയറി കണ്ടേക്കണേ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.